നമസ്കാരം ഗുരുജി. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ഗോപൻ എന്നയാളുടെ സമാധിയെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുകയാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ സ്വാഭാവികമായ ഒരു സംശയമാണ്, എന്താണ് ഈ സമാധി? ഇത് യഥാർത്ഥത്തിലുള്ളതാണോ അതോ കെട്ടിച്ചമയ്ക്കപ്പെട്ട ഒരു ഭാവനയാണോ? ഇതിനെക്കുറിച്ച് ആധികാരികമായ ഒരു ഉത്തരം നൽകാമോ? സമാധിയെക്കുറിച്ച് അനേകം ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, വിശദമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതെന്താണെന്ന് ഈ വിഷയത്തോട് അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളോടും ഒന്നും അധികം താല്പര്യമില്ലാത്തവർ പോലും ജസ്റ്റ് ഫോർ എ ക്യൂരിയോസിറ്റി, ഈ സമാധി എന്ന് പറയുന്നത് എന്താണ്, യഥാർത്ഥത്തിൽ ഇതൊരു അന്ധവിശ്വാസമാണോ, അല്ല ഇത് ഒരു ഒരു ഉട്ടോപ്പിയൻ കൺസെപ്റ്റാണോ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു അന്വേഷണം സാധാരണക്കാരായ മറ്റുള്ളവരിൽ നിന്നും അല്ലെങ്കിൽ ഒരു ജ്ഞാനാന്വേഷികളിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമാധി എന്ന് പറയുന്നത് എന്താണെന്ന് ഒരു വിശദീകരണം നൽകാം. സമമായ ധിയെ നമ്മൾ സമാധി എന്ന് പറയുന്നു. ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഡെഫിനിഷനാണ് സമമായ ധി ആണ് സമാധി. ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബുദ്ധി, പ്രജ്ഞ. നമുക്ക് ഗായത്രി മന്ത്രത്തിൽ ധിയോ യോനഃ പ്രചോദയാത്, ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പറയുന്നല്ലോ. അപ്പോൾ ധി എന്നുള്ളതിന് നമുക്ക് ബുദ്ധി, പ്രജ്ഞ എന്നൊക്കെ ഒരു അർത്ഥം കൊടുക്കാം. അപ്പോൾ സമമായ ധി, ഈക്വലായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള, സമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ബുദ്ധിയാണ് സമാധി എന്ന് പറയുക, അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള സമമായിട്ടുള്ള പ്രജ്ഞയാണ് സമാധി എന്ന് പറയാം. അപ്പോൾ അതിനെ പിന്നെ എങ്ങനെയാണ് ഈ ഒരു അർത്ഥമാണെങ്കിൽ ഇതിനെങ്ങനെയാണ് നമ്മളൊരു വ്യക്തി സമാധിയായി, മരിക്കുന്ന സമയത്ത് സമാധിയായി എന്ന് പറയുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നമ്മൾ ഇതിനെ പല വാക്കുകൾക്കും നമുക്കറിയാം പല അർത്ഥങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ അഭിധ ലക്ഷണ എന്നൊക്കെ പണ്ട്, അല്ലെങ്കിൽ വ്യംഗ്യമായിട്ട് പറയുക, ധ്വന്യാത്മകമായിട്ട് പറയുക എന്നുള്ള രീതിയിൽ തന്നെ ഇവിടെ ഈ വാക്കിനും ഇതിൻ്റെ സാഹചര്യം അനുസരിച്ച് പല അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ യോഗശാസ്ത്രത്തിൽ അഷ്ടാംഗ യോഗത്തിൽ സമാധി എന്ന് പറയുന്നത്, അഷ്ടാംഗ യോഗം 8 യോഗങ്ങളുള്ള അവസ്ഥയാണ്, 8 അംഗങ്ങളുള്ള യോഗാവസ്ഥകളുള്ള ഒരു സാധനാ പ്രക്രിയയാണ് അഷ്ടാംഗ യോഗം. അതിനകത്ത് 8ാമത്തെ അവസ്ഥയായിട്ടാണ് സമാധിയെ പറയുക. അത് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, അത് കഴിഞ്ഞിട്ടാണ് സമാധി വരിക. അപ്പോൾ അത് അനുക്രമമായി വികസിച്ച് വന്ന് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് അവയർനെസ്സിൽ റീച്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സാധനാക്രമമായിട്ടാണ് അഷ്ടാംഗയോഗം സമാധിയിൽ വന്ന് നിൽക്കുകയാണത്. അപ്പോൾ അത് നമ്മൾ സാധാരണ പറയുന്ന ഒരു വ്യക്തി സമാധിയായി എന്ന് പറയുന്നതുമായിട്ട് അതിന് ബന്ധമില്ല. ഒരു വ്യക്തിക്ക് ജീവിച്ചിരിക്കവേ തന്നെ ജീവൻ മുക്താവസ്ഥയിൽ സമാധി എന്ന് പറയുന്നൊരവസ്ഥയിൽ ജീവിക്കാൻ കഴിയും. അതെന്താണെന്ന് ഞാൻ വിശദമാക്കുന്നതിന് മുൻപ്, സാധാരണ നമ്മൾ ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു ആത്മീയമായി ജീവിക്കുന്നൊരു വ്യക്തി, ഒരു സ്വാമി എന്ന് പറയുന്ന ആ ഒരു ലേബലിൽ വരുന്ന ആളുകളെല്ലാം മരിക്കുമ്പോൾ, അവർ ശരീരം വെടിയുമ്പോൾ നമ്മൾ സമാധിയായി എന്ന് പറയുന്നതിന് അതൊരു ടെക്നിക്കൽ ടേം പോലെ ഉപയോഗിക്കുന്നതായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, അന്തരിച്ചു, മരിച്ചു, ചത്തു, അല്ലെങ്കിൽ നാട് നീങ്ങി, ഇങ്ങനെയൊക്കെ പറയാറുള്ളത് പോലെ ഒരു വാക്കാണ് ഈ ഒരു ആത്മീയ തലത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറയുന്നൊരു വാക്കായിട്ട് സമാധി ആയി എന്ന് പറയുന്നു. അവിടെ മരിച്ചു എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. ഇപ്പോൾ അതെന്തിനാണ് ഇത്രയും ടേംസ് എല്ലാവരും ജീവൻ വെടിയുമ്പോൾ, ജീവൻ വെടിഞ്ഞും ഇല്ലാതാകുമ്പോൾ ഒറ്റ വാക്ക് പോരെ എന്ന് ചോദിച്ചാൽ, ആക്ച്വലി അത് നമ്മുടെ പ്രവൃത്തികളും മറ്റുമൊക്കെ ബന്ധപ്പെടുത്തി, അല്ലാതെ ജന്മനാ ഉള്ള എന്തെങ്കിലും ഒരു ശ്രേഷ്ഠത കൊണ്ടല്ല. കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മഹാത്മാഗാന്ധി അന്തരിച്ചു എന്ന് പറയുന്ന അതേ ഒരു തലത്തിൽ തന്നെ വീരപ്പൻ അന്തരിച്ചു എന്ന് നമുക്ക് പറയാൻ ചിലപ്പോൾ പറ്റിയെന്നിരിക്കില്ല. അത് നമ്മുടെ ഒരു സാമൂഹിക മനസ്സിന് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് സന്യാസി സമാധിയായി എന്ന് പറയുന്നത്. പക്ഷേ അതിന് നമ്മുടെ യോഗശാസ്ത്രങ്ങളിലോ നമ്മുടെ ഉപനിഷത്തുക്കളിലോ നമ്മുടെ വേദങ്ങളിലോ ഒക്കെ പരാമർശിച്ചിരിക്കുന്ന സമാധി പദത്തിൻ്റെ അർത്ഥതലങ്ങളെ ഉൾക്കൊള്ളുവാനോ അതിൻ്റെ ആഴം ഗ്രഹിക്കുവാനോ അതിലൂടെ സാധിക്കുകയില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ
പതഞ്ജല യോഗസൂത്രം ഒരു അടിസ്ഥാനപരമായ യോഗയുടെ ഗ്രന്ഥമാണ്. പതഞ്ജലി മഹർഷി എഴുതിയ പതഞ്ജല യോഗസൂത്രങ്ങൾ. അതിൻ്റെ ആദ്യത്തെ പാദത്തിന് കൊടുത്തിരിക്കുന്ന പേര്, അതിന് 4 പാദങ്ങളുണ്ട്. അതിൻ്റെ ആദ്യത്തെ പാദത്തിന് കൊടുത്തിരിക്കുന്ന പേര് സമാധിപാദം എന്നാണ്. അതിനുശേഷം സാധനാപാദം, അതുപോലെ അങ്ങനെ വന്ന് അത് ഒടുവിൽ കൈവല്യപാദത്തിലെത്തുന്നു. അപ്പോൾ കൈവല്യം എന്ന് പറയുന്നത് മോക്ഷം എന്നുള്ള അർത്ഥത്തിൽ. അപ്പം ഭാരതീയ ആത്മീയതയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ മോക്ഷം അഥവാ ലിബറേഷൻ ഫ്രം യുവർ ബാഡ് ഇമോഷൻസ് ആൻഡ് ഗുഡ് ഇമോഷൻസ്, ബാഡ് തോട്ട്സ് ആൻഡ് ഗുഡ് തോട്ട്സ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാത്തിൽ നിന്നും ഫ്രീ ആയിട്ട് ഒരു ലൈഫിനെ അതുപോലെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന വളരെ ശാന്തമായിട്ട് സമമായ സമാധാനത്തോടു കൂടി ജീവിക്കുവാൻ കഴിയുന്ന ഒരവസ്ഥയെയാണ് നമ്മൾ മോക്ഷാവസ്ഥ എന്ന് പറയുന്നത്. അപ്പം മോക്ഷാവസ്ഥയ്ക്ക് വേണ്ടിയുള്ള എങ്ങനെ ഒരു വ്യക്തി മോക്ഷാവസ്ഥയിൽ എത്തിച്ചേരും എന്നുള്ളതിന് ആ ഒരു സ്റ്റേറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് സമാധി. അതിന് 2 തലങ്ങളുമുണ്ട്. അപ്പോൾ അത് ഈ സമാധിപാദത്തിൽ പറയുന്നത് നമ്മുടെ മനസ്സിന്, നമ്മുടെ ചിത്തത്തിന് 5 അവസ്ഥകളുണ്ട്. ആ 5 അവസ്ഥകളിൽ ചില അവസ്ഥകളിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൂഢം അല്ലെങ്കിൽ ക്ഷിപ്തം, വിക്ഷിപ്തം, ഇങ്ങനെയുള്ള അവസ്ഥകൾ, മൂഢം, ക്ഷിപ്തം, വിക്ഷിപ്തം, അതായത് ഡിപ്രസീവായിരിക്കുക, ഡള്ളായിട്ടിരിക്കുക, സ്കാറ്റേഡ് ആയിട്ടിരിക്കുക, ഈ ഒരു സ്റ്റേറ്റിലും നമുക്ക് സമാധി എന്ന് പറയുന്നൊരു അവസ്ഥ സാധ്യമല്ല. ഇനിയുള്ള 2 സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഏകാഗ്രമാവുക, മനസ്സ് ഏകാഗ്രമാകുന്നു, പിന്നെ അതിനപ്പുറം ഒരു നിരുദ്ധം, അതിന് ബിയോണ്ട് ദാറ്റ് കോൺസെൻട്രേഷൻ പോകുന്നൊരവസ്ഥ. ഈ 2 അവസ്ഥകളിൽ സമാധി പ്രാക്ടിക്കലി പോസിബിളാണ്. അപ്പം നമുക്ക് ആദ്യം ഏകാഗ്രതയിലൂടെ കിട്ടുന്ന സമാധി എന്താണ് എന്നുള്ളത് നോക്കാം. അതായത് ഒരു ധ്യേയവസ്തു, അതായത് എന്തിനെയാണോ നമ്മൾ ധ്യാനിക്കുന്നത് അതാണ് ധ്യേയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ധ്യേയവസ്തുവിനെ ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഒരാൾക്ക് IAS എടുക്കണം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഡോക്ടർ ആവണം. അപ്പോൾ അതിനു വേണ്ടി അയാൾ ആത്യന്തികമായിട്ടൊരു തപസ് പോലെ അയാളുടെ കൃത്യം ചെയ്യുകയാണെന്ന് കരുതുക. പഠിക്കുക അല്ലെങ്കിൽ കളിക്കുക, ഏത് പ്രവൃത്തി ആയിക്കോട്ടെ, ആ ധ്യേയം വസ്തു എന്തിനെയാണോ ധ്യാനിക്കുന്നത്, എന്തിനാണോ ഫോക്കസ് ചെയ്യുന്നത്, ആ വസ്തുവിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി മറ്റെല്ലാ കാര്യങ്ങളെയും ത്യജിക്കുവാനുള്ള മനസ്സിൻ്റെ ഒരു ശക്തി, അതിനെയാണ് നമ്മൾ പലപ്പോഴും എ കൈൻഡ് ഓഫ് സമാധി, അതിന് പറയുന്നത് സംപ്രജ്ഞാത സമാധി എന്നാണ്. അതായത് നമുക്ക് കോഗ്നിറ്റീവ് സമാധി എന്ന് വേണമെങ്കിൽ പറയാം. സംപ്രജ്ഞ, അവിടെ ബുദ്ധിയുണ്ട്, നമ്മുടെ പ്രജ്ഞ പ്രവർത്തിക്കുന്നുണ്ട്, നമുക്ക് നമ്മൾ ആരാണെന്നറിയാം. അത് തികച്ചും ബോധത്തിനുള്ളിൽ നിന്നുകൊണ്ട്, ഇപ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ ഒരു കണ്ടുപിടുത്തത്തിന് വേണ്ടി ലാബിൽ വർഷങ്ങളോളം ചിലപ്പോൾ സമയം ചിലവഴിച്ചെന്ന് വരാം, അതൊരു സംപ്രജ്ഞാത സമാധിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വരുന്ന അവസ്ഥയെ, അതായത് ഏകാഗ്രതയോടുകൂടി നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും മനസ്സ് സ്വാഭാവികമായി തന്നെ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി ഒന്നിൽ ഫോക്കസ് ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ സംപ്രജ്ഞാത സമാധി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു കാര്യം അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരും. നമ്മുടെ എല്ലാ കർമ്മബീജ സംസ്കാരങ്ങളും അതിൽ തന്നെ ഉണ്ട്. നമ്മുടെ വൃത്തികളെല്ലാം അവയെല്ലാം പിന്നെയും പ്രവൃത്തികളായിട്ട് മാറും. അപ്പോൾ പക്ഷേ അങ്ങനെ അല്ലാതെ ഒരു സമാധിയെ കോമൺ ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ഉദ്ദേശിക്കുന്നത് ഇതല്ലാതൊരു സ്റ്റേജ്, ചിത്തവൃത്തികളിൽ 5ാമത്തെ കാര്യമായ നിരുദ്ധം, അല്ലെങ്കിൽ നമുക്ക് പറയാം അതിനെ അസംപ്രജ്ഞാത സമാധി എന്ന് പറയും. അസംപ്രജ്ഞാത സമാധി, അതിനെ തത്സമം ച ദ്വയോരൈക്യം ജീവാത്മപരമാത്മനോ പ്രനഷ്ട സർവസങ്കൽപ്പ സമാധിസോഫി ദീയതേ. അതായത് എല്ലാ സങ്കല്പങ്ങളും നഷ്ടപ്പെടുന്നൊരവസ്ഥ. ജീവാത്മ പരമാത്മ സംയോഗം എന്ന് പറയുന്നതിനെ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, മാനസിക ബോധം ആത്മബോധമായി പൂർണ്ണമായും പരിണമിച്ച് ആത്മബോധത്തിൽ ജീവിക്കുന്ന അവസ്ഥ എന്നുള്ളതിനെയാണ് നമ്മൾ അസംപ്രജ്ഞാത സമാധി എന്ന് പറയുന്നത്. അവിടെ ഇന്ന് വരെ നമ്മുടേതായ ഒരു പ്രകൃതം, നമ്മുടേതായ ഒരു നാച്ചർ, നമ്മുടേതായ ഒരു ഇഷ്ടാനിഷ്ടങ്ങൾ, അല്ലെങ്കിൽ നമ്മുടേതായ ദുർവികാരങ്ങൾ, സദ്വികാരങ്ങൾ, ഇവയിൽ നിന്നെല്ലാം ഒരാൾ ഫ്രീ ആകുമ്പോഴാണ് അസംപ്രജ്ഞാത സമാധി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ഈ അസംപ്രജ്ഞാത സമാധിയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ,
അത് ലിബറേഷൻ ഈക്വലാണ്. അതായത് അൾട്ടിമേറ്റ്ലി ഒരു മനുഷ്യൻ എന്തിന് ജീവിക്കുന്നു? അവൻ ഫ്രീ ആകാനാണ് ജീവിക്കുക. അവൻ്റേതായിട്ടുള്ള ഒരുപാട് അടിമത്തങ്ങളുണ്ട്. അവൻ സ്വന്തമായി തന്നെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം ഫ്രീ ആയ ശേഷം, ലിബറേറ്റഡ് ആയ ശേഷം, ജീവന് അല്ലെങ്കിൽ ലൈഫ് കോൺഷ്യസ്നെസ്സിൽ നിന്ന് മുക്തമാകുന്നതാണ് ജീവൻ മുക്താവസ്ഥ. ലൈഫ് കോൺഷ്യസ്നെസ് അത് ബോഡിയുമായിട്ട് റിലേറ്റഡ് ആണ്, നമ്മുടെ കുറേ നോംസ് ആൻഡ് കണ്ടീഷൻസുമായിട്ട് റിലേറ്റഡ് ആണ്, ടൈം ആൻഡ് സ്പേസുമായിട്ട് റിലേറ്റഡ് ആണ്. ഇതിനെല്ലാം അപ്പുറമായിട്ടുള്ള സ്റ്റേജിൽ ഞാൻ അമൃതസ്യ പുത്രനാണ്, ഞാനൊരു ഇമ്മോർട്ടൽ ബീയിങ് ആണ് എന്ന ബോധത്തോടു കൂടി വീണ്ടും ജീവിക്കാൻ സാധിക്കും. അപ്പോൾ സമാധി എപ്പോഴും മരിച്ചിട്ട് മാത്രം ഉണ്ടാകുന്നൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ ജീവൻ മുക്താവസ്ഥയിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ സാധിക്കും. അങ്ങേയറ്റത്തെ സുഖമായിരിക്കും ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ മനസ്സല്ല ഉള്ളത്, ആത്മാവാണുള്ളത്. മനസ്സ് തന്നെയാണ്, ചിത്തം തന്നെയാണ് ആത്മരൂപം പ്രാപിക്കുക. അങ്ങനെ ആത്മരൂപം പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ മോക്ഷമെന്ന അതിസുന്ദരമായിട്ടുള്ള ഒരു ബോധാവസ്ഥ പ്രാപിക്കുവാനുള്ള ഒരു അവസാനത്തെ സ്റ്റെപ്പാണ് സമാധി അഥവാ അസംപ്രജ്ഞാത സമാധി എന്ന് നമ്മൾ പറയുന്നത്. ഈ വ്യക്തി, അതായത് ഇപ്പോൾ നമ്മൾ വിവാദത്തിലായിരിക്കുന്ന ആ വ്യക്തി സമാധിയായോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയുവാൻ ആർക്കും കഴിയില്ല. കാരണം ഈ സമാധിയായി എന്ന് പറഞ്ഞതുകൊണ്ട് യഥാർത്ഥ സമാധിയായതുകൊണ്ട് ഉടനെ തന്നെ ഒരു വെളിച്ചം ആകാശത്ത് പ്രത്യക്ഷപ്പെടുകയോ ഒരു അശരീരി ഉണ്ടാവുകയോ ഒന്നും ചെയ്യില്ല. കാരണം പുറമേ നിന്ന് നോക്കുന്നവർക്ക് അത് മനസ്സിലാക്കുവാനുള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഇപ്പോൾ ഇല്ല. ഒരുപക്ഷെ ഫ്യൂച്ചറിൽ ഏതെങ്കിലും രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള ശാസ്ത്രം വളർന്നു വരുമ്പോൾ ബ്രെയിനിൽ ആ സമയത്തുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചൊക്കെ പഠനങ്ങളുണ്ടായേക്കാം. പക്ഷേ ആസ് ഇറ്റ് ഈസ് അത് മനസ്സിലാക്കുവാനുള്ള യാതൊരു വഴിയുമില്ലാത്തതിനാൽ ഒറിജിനൽ സമാധി ഏത്, കള്ളസമാധി ഏത് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ കഴിയില്ല. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, ഇത് വളരെ ഡിഫിക്കൽട്ടാണ്. അതിൻ്റെ അർത്ഥം അത് അന്ധവിശ്വാസവുമല്ല. അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ സാധ്യത ഇല്ല എന്നൊരിക്കലും വിചാരിക്കരുത്. അങ്ങനൊരു സാധ്യത മനസ്സിൻ്റെ ഈ ഒരു ആത്മസംയമനത്തിലൂടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ യോഗികൾക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും എന്നുള്ളതിന് 100 ഉദാഹരണങ്ങൾ ഡോക്ടേഴ്സിൻ്റെയും സൈക്യാട്രിസ്റ്റുകളുടെയും എല്ലാം നേതൃത്വത്തിൽ പലതവണ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്, ലോകം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു അന്ധവിശ്വാസമല്ല, തീർച്ചയായിട്ടും സാധ്യമാണ്. അപ്പോൾ നമ്മൾ ഈ കുണ്ടലിനി ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ 6 ചക്രങ്ങളിലൂടെ ഷടാധാരങ്ങളിലൂടെ പ്രാണനെ മുന്നോട്ട് നയിച്ച് കൊണ്ടുപോയി സമാധി അവസ്ഥ ആകുന്നതിനെക്കുറിച്ചും പറയാറുണ്ട്. അതൊരു പ്രാണായാമ പ്രക്രിയയിലൂടെയുള്ള ഒരു സമാധിയാണ്. ഞാനിപ്പോൾ അവിടെ മെൻഷൻ ചെയ്തത് അതല്ല. യോഗശാസ്ത്രത്തിലൂടെ സമാധി എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വേയിലാണ്. അപ്പോൾ വാസ്തവത്തിൽ മനുഷ്യബോധത്തെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉള്ളിലുള്ള തമോ ഗുണം, രജോ ഗുണം, സാത്വികം ഇതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴുണ്ടാകുന്ന സ്വാതന്ത്ര്യം, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഫ്രീഡം, അതിനെയാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്വാതന്ത്ര്യം എന്നുള്ളതിന് നമ്മൾ കൊടുക്കുന്നൊരു ആധ്യാത്മിക നാമമാണ് മോക്ഷം. അതിലേക്ക് എത്തുവാനുള്ള ഒരു അവസാന പടിയാണ് സമാധി.